എന്റെ അച്ഛൻ സംഘിയല്ല എന്നൊരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ജാനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ അന്ന് ഐശ്വര്യ രജനികാന്ത്, അതായത് രജനികാന്തിന്റെ മകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ രജനികാന്ത് സ്റ്റേജിൽ കയറിയപ്പോ ഞാൻ പറഞ്ഞ കാക്ക കഴുകു കഥ എല്ലാവരും വിജയുടെ കൂടെ കമ്പയർ ചെയ്തു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ. അതായത് സ്റ്റേജിൽ സംസാരിച്ചിട്ട് ആളങ്ങ് ഇറങ്ങിപ്പോയതിനു ശേഷം പിന്നെയും തിരിച്ച് കയറി വന്നിട്ട് ഇക്കാര്യം പറയുമായിരുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിച്ചു, അതെനിക്ക് ഭയങ്കര വിഷമമായി പോയി. വിജയ് എനിക്ക് ഒരു ഓപ്പണന്റ് ആണ് അല്ലെങ്കിൽ എതിരാളിയാണ് എന്ന് ഞാൻ ചിന്തിച്ചാൽ അത് എനിക്ക് തന്നെ ഒരു മര്യാദ ഇല്ലാത്ത ഒരു കാര്യമാണ്. അതേപോലെ തന്നെ രജനി എനിക്ക് ഒരു ഓപ്പണന്റ് ആണെന്ന് വിജയ് ചിന്തിച്ചാൽ അത് വിജയ്ക്ക് മര്യാദക്കേടാണ്. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് രജനികാന്ത്. ഇത് വന്നപ്പോ തൊട്ടേ സോഷ്യൽ മീഡിയ മൊത്തവും ഇതായി പോയി, കത്തി അങ്ങ് കയറി. സോ ഐശ്വര്യ രജനികാന്ത് എന്തുകൊണ്ടാണ് എന്റെ അച്ഛനൊരു സംഖ്യയൊന്നും അല്ല എന്ന് വളരെ എമോഷണൽ ആയിട്ട് സ്റ്റേജിൽ കയറി പറഞ്ഞത്? ഇപ്പൊ അത് പറയേണ്ട ആവശ്യം എന്തുവായിരുന്നു? അത് മാത്രമല്ല, അത് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര എമോഷണലായി, എല്ലാവരും കരഞ്ഞു. രജനികാന്ത് ആയിക്കോട്ടെ, രജനികാന്ത് വൈഫ് ലതാ രജനികാന്ത് ആയിക്കോട്ടെ, അവരെല്ലാവരും കരഞ്ഞു. അതേപോലെ തന്നെ രജനികാന്ത് എന്തൊക്കെയാണ് സ്റ്റേജിൽ കയറിയപ്പോൾ പറഞ്ഞത്, വിജയെ കുറിച്ചും കാക്ക കഴുകു കഥയെ കുറിച്ചും, അത് മാത്രമല്ലാതെ വിജയ് പോളിറ്റിക്സിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ രജനികാന്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണ്? ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ബട്ട് അതിനു മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത്രയും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതൊരു ചെറിയ കാര്യമാണ്, ഒരു ബട്ടൺ പ്രസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ബട്ട് എനിക്ക് ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടാൻ അതൊരു വലിയ മോട്ടിവേഷൻ തന്നെയായിരിക്കും. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ സൂപ്പർ സ്റ്റാർ രജനികാന്ത് എവിടെ നിന്നാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ ഐശ്വര്യ രജനികാന്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവരൊക്കെ ഇത് എവിടെ നിന്നാ പറഞ്ഞ എന്ന് പലർക്കും അറിയത്തില്ലായിരിക്കും. കാരണം ഒഫീഷ്യൽ വീഡിയോ ഇതുവരെ ടെലികാസ്റ്റ് ആയിട്ടില്ല. സോ എന്താന്ന് വെച്ചാൽ ലാൽ സലാം എന്നൊരു സിനിമ ഐശ്വര്യ രജനികാന്ത്, അതായത് രജനികാന്തിന്റെ മോള് ഡയറക്ട് ചെയ്യുന്നുണ്ട്. ആ സിനിമയിൽ വിക്രാന്ത് ആൻഡ് വിഷ്ണു വിശാൽ ഇവർ രണ്ടുപേരുമാണ് ഹീറോസ്. ആൻഡ് സൂപ്പർ സ്റ്റാർ രജനികാന്ത് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മുസ്ലിം ആയിട്ട് അഭിനയിക്കുന്നു. രജനികാന്ത് ഈ സിനിമയുടെ ഹീറോ ആയിട്ടല്ല, എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോൾ ആണ് ചെയ്യുന്നത്. ഈ ഗസ്റ്റ് റോൾ എന്നൊക്കെ പറയാറില്ലേ, ഒരു 5 to 10 minutes ഒക്കെ കാണും. ഗസ്റ്റ് റോൾ ആണ് ക്യാമിയോ റോൾ എന്ന് നമ്മൾ പറയുന്നത്. ബട്ട് ഇത് അങ്ങനല്ല, എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോൾ ആണ്. അപ്പൊ 10 minutes ഒന്നുമല്ല, കുറച്ച് കൂടുതൽ ടൈം കാണും. അതായത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കാണും സിനിമയിൽ. അപ്പൊ ആ സിനിമയുടെ ഓഡിയോ ലോഞ്ച്, അതായത് ലാൽ സലാം എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ജാനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ അന്ന് നടന്നു. അതിൽ AR റഹ്മാന്റെ ലൈവ് പെർഫോമൻസ് ഒക്കെ നടന്നായിരുന്നു. കാരണം അദ്ദേഹമാണ് ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. സോ ഇവിടെ സംസാരിച്ച ചില കാര്യങ്ങളാണ് ഭയങ്കര സെൻസേഷണൽ ആയത്. ഫസ്റ്റ് രജനികാന്ത് സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോൾ നോർമൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. ലൈക്ക് ഈ സിനിമ ഞാൻ എന്തിനാണ് ചെയ്യാമെന്ന് പറഞ്ഞ്, ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ നോർമൽ ആയിട്ടൊക്കെ സംസാരിക്കത്തില്ലേ? അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞു, ഇറങ്ങി, സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നെ പെട്ടെന്ന് തിരിച്ച് ഓടി വന്ന് സ്റ്റേജിൽ കയറി ഒരു കാര്യവും കൂടി അഡ്രസ് ചെയ്യും. ഞാൻ ഈ കാക്ക കഴുകു കഥ നേരത്തെ ഒരു സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാക്ക കഴുകു കഥ അറിയാത്തവർക്ക് ഞാൻ പെട്ടെന്ന് ഒരു ഔട്ട്ലൈൻ പറഞ്ഞേക്കാം, ഇത് എന്തിനെ കുറിച്ചാണ് രജനികാന്ത് പറയുന്നതെന്ന്. എന്താ സംഭവം എന്ന് വെച്ചാൽ, പണ്ട് രജനികാന്ത് അഭിനയിച്ച ജയിലർ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ രജനികാന്ത് സർ പറഞ്ഞ ഒരു കഥയുണ്ടായിരുന്നു. കാക്കയും കഴുകൊക്കെ വെച്ചിട്ട് ഒരു കാക്ക എല്ലാ ബേർഡ്സിനെയും ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. മുകളിൽ ഒരു കഴുകണോ പരുന്തോ പറക്കുന്നുണ്ടെങ്കിൽ അതിനെയും പോയി ശല്യം ചെയ്യാൻ നോക്കും. ബട്ട് ഈ കഴുക് ഈ കാക്കയെ മൈൻഡ് ചെയ്യാതെ നല്ല ഹൈറ്റിൽ അങ്ങ് പറന്നുകൊണ്ടിരിക്കും. കാക്ക എന്ത് ചെയ്താലും ശരി ആ കഴുകന്റെ അത്രയും ഹൈറ്റില് പോകാനും പറ്റത്തില്ല, ആ കഴുകിനെ തൊടാൻ പോലും കാക്കയ്ക്ക് പറ്റത്തില്ല എന്നൊരു ടോണിൽ പുള്ളി സംസാരിക്കുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലും മൊത്തം ഇതാണ് സംസാരം. ഈ കാക്ക എന്ന് രജനികാന്ത് ഉദ്ദേശിച്ചത് വിജയിനെയാണ്. കഴുക്, അതായത് രജനിയുടെ ആ ഒരു ഹൈറ്റില് വിജയ്ക്ക് വരാൻ പറ്റത്തില്ല എന്നാ പറഞ്ഞ് എന്ന് ഫാൻസ് നമ്മൾ ഈ സംസാരമൊക്കെ വരുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ടോക്ക് വരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു ഈ കാര്യം. പിന്നെ വിജയുടെ ലിയോ സിനിമ ഇറങ്ങി. സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു. 2023 ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ തമിഴ് സിനിമ ലിയോ ആയിരുന്നു. അപ്പൊ ആ സിനിമയ്ക്ക് സക്സസ് മീറ്റ് ഒക്കെ നടന്നു. ആ സക്സസ് മീറ്റില് ഈ സൂപ്പർ സ്റ്റാർ പൊസിഷൻ ഒന്നും നമുക്ക് വലിയ കാര്യമേ ഇല്ല എന്ന ഒരു ടോണിൽ വിജയ് സംസാരിക്കുന്നു. സൂപ്പർ സ്റ്റാർ അല്ല, അതിനും അപ്പുറം പോവാനാണ് എന്റെ ലക്ഷ്യം എന്നും പറയുന്നു. പിന്നെ വിജയ് ഒരു കഥ പറയാണ്. ഒരു കാട്ടില് ഈ സിംഹം, പുലി, കരടി, കാക്ക, കഴുക് ഇതൊക്കെ കാണും. ഈ കാക്ക കഴുക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വിസിലടിക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങി. കാരണം എല്ലാവർക്കും മനസ്സിലായി രജനികാന്തിനെയാണ് പറയുന്നതെന്ന്. അപ്പൊ ഈ കാട്ടില് 2 ഹണ്ടേഴ്സ്, വേട്ടക്കാരന്മാര് കയറി പോകുന്നു. അതില് ഒരാള് വില്ലും അമ്പും ഒക്കെ വെച്ചിട്ട് മുയലിനെ പിടിച്ചോണ്ട് ഇങ്ങ് വരുന്നു. മറ്റവൻ വെയിലെടുത്തോണ്ട് പോയിട്ട് ആനയെ കുറി വെക്കുന്നു. അവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ തിരിച്ചു വന്നാലും ശരി, അവൻ എയിം ചെയ്തത് കണ്ടില്ലേ, അതാണ്
അവന്റെ എയിം ആനയായിരുന്നു. ആ എയിമാണ് അവനെ സക്സസ്ഫുൾ ആക്കുന്നത്. അസാധ്യം എന്ന് കരുതുന്നതിന് വേണ്ടി പ്രയത്നിക്കുകയും അതിൽ വിജയിക്കുന്നവനുമാണ് യഥാർത്ഥ പോരാളി എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ ബേസിക്കലി എന്താണ്, സൂപ്പർ സ്റ്റാർ എന്ന പൊസിഷൻ മുയലാണ് എന്നാ ഉദ്ദേശിച്ചത്. അതേപോലെ ആനയാണ് ആളുടെ ടാർഗറ്റ് എന്നാ പറയുന്നത്. ഇതാണ് ഇവർ തമ്മിലുള്ള ഇൻഡയറക്റ്റ് കോൺവെർസേഷൻ. അതിനു മുന്നേ ഈ വിജയുടെ ഈ വാരിസ് സിനിമയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ രജനീകാന്ത് അഭിനയിച്ച 2.0 സിനിമയിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി 2 വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കാണും, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ഈ കാക്ക കഴുക് കഥ എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. ഇപ്പൊ ഈ ലാൽ സലാം സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ രജനീകാന്ത് എന്തുവാ പറയുന്നത് എന്ന് വെച്ചാല്, ഞാൻ ജയിലർ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ ഈ കാക്ക കഴുക് കഥ പറഞ്ഞായിരുന്നു. അപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറെ പേര് ഞാൻ വിജയെ കുറിച്ചാണ് പറയുന്നത് എന്ന് വിചാരിച്ചു. അത് എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് തന്നെ ഒരുപാട് വിഷമിച്ചായിരുന്നു. പിന്നെ അദ്ദേഹം എന്തോ പറഞ്ഞു വെച്ചാല്, എന്റെ കൺമുമ്പിൽ വളർന്ന പയ്യനാണ് വിജയ്. കാരണം വിജയുടെ അച്ഛൻ S.A. ചന്ദ്രശേഖർ ഒരു ഡയറക്ടർ ആയിരുന്നു. അപ്പൊ നാച്ചുറലി രജനീകാന്തിനൊക്കെ ആ ഡയറക്ടറിനെ അറിയാം, പണ്ടത്തെ ഡയറക്ടർ ആയിരുന്നു. സോ കൊച്ചിലെ തൊട്ടേ വിജയെ നന്നായിട്ട് അറിയാം രജനീകാന്തിന്. പിന്നെ എന്തുവാ പറയുന്നതെന്ന് വെച്ചാല്, നല്ല ഡിസിപ്ലിൻ, നല്ല കഴിവ്, നല്ല അധ്വാനം, ഇതൊക്കെയാണ് വിജയെ ഇത്രയും ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. സോ എനിക്ക് സന്തോഷമാണ് വിജയുടെ വളർച്ച കണ്ടിട്ട് എന്നും പറയുന്നു. എന്നിട്ടാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, രജനീകാന്തിന് എന്നും രജനീകാന്താണ് എതിരാളി, അതേപോലെ വിജയ്ക്ക് എന്നും വിജയാണ് എതിരാളി. വിജയ് എനിക്ക് ഒരു എതിരാളിയാന്ന് ഞാൻ കരുതി കഴിഞ്ഞാൽ അത് എനിക്കാണ് നാണക്കേട്. അതേപോലെ രജനീകാന്ത് ഒരു എതിരാളിയാണെന്ന് വിജയ് കണ്ടു കഴിഞ്ഞാൽ അത് വിജയ്ക്കുമാണ് നാണക്കേട്. സോ എല്ലാവർക്കും അവരവർ തന്നെയാണ് എതിരാളി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ രജനീകാന്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2.0 എന്ന സിനിമയാണ്, എന്ത്രൻ 2. അപ്പോ ആ സിനിമയാണ് രജനീകാന്തിന്റെ എതിരാളി. അതാണ് പുള്ളി പറഞ്ഞത്. അതായത് ഇനി അടുത്ത സിനിമ അതിനേക്കാളും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ഒരു സിനിമയായിട്ട് മാറ്റണം, അതിനേക്കാളും നല്ലൊരു സിനിമയായിട്ട് മാറ്റണം, അതിനേക്കാളും നല്ല സക്സസ്ഫുൾ ആവുന്ന സിനിമയായിട്ട് മാറ്റണം. ഇതായിരിക്കണം രജനീകാന്തിന്റെ ഒരു ലക്ഷ്യം, ഒരു എയിം. അതായത് ആളുടെ ഒരു സിനിമയെക്കാളും അടുത്ത സിനിമ അതിനേക്കാളും സൂപ്പറായിട്ട് കൊണ്ടുവരണം. അതാണ് ഒരാളുടെ ലക്ഷ്യമായിരിക്കാം. അപ്പോൾ അയാളുടെ ശത്രു അല്ലെങ്കിൽ അയാളുടെ എതിരാളി അയാളുടെ മുമ്പിലത്തെ വേർഷൻ ആയിരിക്കണം എന്നതാണ് രജനീകാന്ത് പറഞ്ഞത്. വിച്ച് മീൻസ് രജനീകാന്തിന് ഇപ്പോ ശത്രു ആരാന്ന് ചോദിച്ചാൽ 2.0 സിനിമയാണ്. അതായത് രജനീകാന്ത് എതിരാളി 2.0 സിനിമയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബട്ട് രജനീകാന്ത് പറഞ്ഞത് എന്തായാലും കറക്റ്റ് ആണ്. കാരണം നമ്മൾ പൊതുവേ മറ്റുള്ളവരുടെ കാര്യമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് സ്റ്റേറ്റസ് ഇട്ടു, ഇവരെന്ത് സ്റ്റേറ്റസ് ഇടാത്ത, ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്നതിന് പകരം നിന്റെ ലൈഫ് നീ മാത്രമേ ജീവിക്കുന്നുള്ളൂ. ഇപ്പൊ ഞാനാണെങ്കിൽ ഇന്ന് എനിക്കിപ്പോ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നാളെ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റുന്നുണ്ടോ, അതായത് ഇന്നത്തെക്കാളും നാളെ ഞാൻ ഇനിയും ബെറ്റർ ആകുന്നുണ്ടോ ഇല്ലയോ, ഇന്ന് ഞാൻ കണ്ടന്റ് ഡെലിവർ ചെയ്യുന്നതിനേക്കാളും നാളെ ഞാൻ ഇനി നന്നായിട്ട് കണ്ടന്റ് ഡെലിവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇന്ന് ഒരു പേഴ്സൺ ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും നാളെ ഇനിയും ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറുന്നുണ്ടോ ഇല്ലയോ, ഇതൊക്കെ അവരവരുടെ കാര്യങ്ങളാണ്. അപ്പൊ ബേസിക്കലി എനിക്ക് വേണം കോമ്പറ്റീഷൻ ആയിട്ടിരിക്കാൻ, അല്ലാതെ മറ്റുള്ളവർക്ക് കോമ്പറ്റീഷൻ ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ മുന്നത്തെ ജനറേഷന് കോമ്പറ്റീഷൻ ആയിട്ടിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് ശേഷം വരുന്ന ജനറേഷന് കോമ്പറ്റീഷൻ ആയിട്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. എന്റെ അച്ഛൻ ഇത്രയും ചെയ്തു, അപ്പൊ ഞാൻ ഇത്രയും ചെയ്യണം, ഇതൊന്നും കോമ്പറ്റീഷൻ അല്ല. ഇതെല്ലാം ഇൻഡിവിജ്വൽ ബേസ്ഡ് ഡിസിഷൻസ് ആണ്. അവനവൻ തന്നെയാണ് കോമ്പറ്റീഷൻ. ഇന്ന് നമ്മൾ എങ്ങനെ ഇരിക്കുന്നോ നാളെ ഇന്നത്തെക്കാളും ബെറ്റർ ആകുന്നുണ്ടോ, ഇതാണ് നമ്മുടെ കോമ്പറ്റീഷൻ. അപ്പോൾ എന്റെ ശത്രു എന്ന് പറഞ്ഞാൽ, എന്റെ എതിരാളി എന്ന് പറയുന്നത് ഇന്നലത്തെ ഞാനാണ്. ഇന്നലത്തെക്കാളും ഇനി നല്ലൊരു മനുഷ്യനാവുക, ഇനി നല്ലൊരു ഡെവലപ്പ് ആവുക, ഇനി കൂടുതൽ കഴിവുകൾ നേടുക, ഇതാണ് എന്റെ കോമ്പറ്റീഷൻ. ആ ഒരു കാര്യമാണ് രജനീകാന്തും പറഞ്ഞത്, വിച്ച് വാസ് റിയലി നൈസ്. ആ ഒരു പർട്ടിക്കുലർ കാര്യം രജനീകാന്ത് സംസാരിച്ചത് വളരെ നന്നായിരുന്നു. ആൻഡ് ഓൾസോ ആ സ്റ്റേജിൽ രജനി സർ പറഞ്ഞപ്പോൾ ഭയങ്കര വിസിലടി ആയിരുന്നു. കാരണം രജനീകാന്തിന്റെ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ ഫുള്ള് രജനി ഫാൻസ് ആയിരിക്കും, വിജയ് ഫാൻസ് കാണില്ലല്ലോ. ബട്ട് എന്നിട്ടും രജനീകാന്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വിസിലടിയൊക്കെ ആയിരുന്നു. വിച്ച് മീൻസ് they all accepted it. എല്ലാവരും അത് സമ്മതിച്ചു, അംഗീകരിച്ചു എന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഐശ്വര്യ രജനീകാന്ത് സംസാരിച്ച കാര്യം, അതായത് രജനീകാന്തിന്റെ മോള് സംസാരിച്ച കാര്യം. അവരുടെ 3ാമത്തെ സിനിമയാണിത്. ഫസ്റ്റ് വൺ വാസ് 3. ആ സിനിമയിലാണ് ഈ വൈ ദിസ് കൊളവരി എന്നൊക്കെ പാട്ടുണ്ടായിരുന്നത്. പിന്നെ വൈ രാജ വൈ എന്നൊരു സിനിമയും ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ അവരുടെ 3ാമത്തെ സിനിമയാണ് ലാൽ സലാം. ഇപ്പൊ സ്റ്റേജിൽ കേട്ട് എന്താ പറയുന്നത് എന്ന് വെച്ചാല്, ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല, ബട്ട് എന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഈ മീംസും ട്രോൾസും ഒക്കെ എന്നെ കാണിക്കാറുണ്ട്. അപ്പൊ കുറെ പേര് എന്റെ അച്ഛന് ഈ സംഗി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എനിക്ക് സംഗി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. സംഗി എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോ അത് ഒരു
മതത്തെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്നാ ഓരോരുത്തർ പറഞ്ഞ്. ബട്ട് എന്റെ അച്ഛൻ അങ്ങനെയല്ല. ഇപ്പൊ അദ്ദേഹം ഒരു സംഖ്യ ആയിരുന്നെങ്കിൽ ഈ സിനിമയിൽ അഭിനയിക്കുമായിരുന്നോ ഒരു മുസ്ലിം ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മോള് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും കരഞ്ഞു. രജനികാന്തും കരഞ്ഞു, ലതാ രജനികാന്ത് അതായത് രജനികാന്തിന്റെ വൈഫ് ലതാ രജനികാന്തും കരഞ്ഞു. ഇത് കേട്ടിട്ട് ഇനി രാഷ്ട്രീയക്കാരൊക്കെ എന്തൊക്കെയാ പറയാൻ പോകുന്ന അറിയത്തില്ല. ഇനി വരും, ഇതൊക്കെ വരും, ഓരോരുത്തരിങ്ങനെ വരും, അവരവരുടെ അഭിപ്രായങ്ങളായിട്ട് എടുത്തിട്ടേ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ഇതുവരെ ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല ഈ ഓഡിയോ ലോഞ്ച്. സ്റ്റേജിൽ നടന്നു, അത്രേ ഉള്ളൂ. സ്റ്റേജിൽ നടന്ന കാര്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഓരോരുത്തരിങ്ങനെ ഫോണിലൊക്കെ പിടിക്കുമല്ലോ സ്റ്റേജ് നടക്കുമ്പോൾ, അത് മാത്രമേ ഈ ട്വിറ്ററിലൊക്കെ വന്നിട്ടുള്ളൂ. അല്ലാതെ ഇത് ഇതുവരെ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല, അതായത് ടി വിയിൽ ഇട്ടിട്ടില്ല ഇതുവരെ പ്രോഗ്രാം. മിക്കവാറും ഈ ആഴ്ചയായിരിക്കും, ഈ ഞായറാഴ്ച അവൾ ടി വിയിൽ ഇടുമായിരിക്കും. അത് ടി വിയിൽ ഇട്ട ശേഷമായിരിക്കും ഇനി ഈ രാഷ്ട്രീയക്കാരൊക്കെ ഓരോന്ന് പറഞ്ഞിങ്ങനെ വരുന്നത്. സോ ബേസിക്കലി ഐശ്വര്യ രജനികാന്തിന്റെ ഇന്റൻഷൻ ഇതാണ്. രജനികാന്തിനെ ഒരു പർട്ടിക്കുലർ ഐഡന്റിറ്റിയിൽ മാത്രം ഉള്ള ഒരാളായിട്ട് വിചാരിക്കില്ലേ, അങ്ങനെ ഒരാളല്ല രജനികാന്ത് എന്നാ പറഞ്ഞേക്കുന്നത്. ബട്ട് കൺവേ ചെയ്ത രീതി, അതിനി ആൾക്കാർ റിസീവ് ചെയ്ത വിധം, ഇതൊക്കെ എങ്ങനെയാണ് എന്ന് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റൂ. ഇതൊക്കെ ഇപ്പൊ പറയാനുള്ള കാരണം ഐ തിങ്ക് മേ ബി ഈ ഇടയ്ക്ക് നടന്ന ഈ രാം ജന്മഭൂമിയുടെ ഇനോഗ്രേഷന് രജനികാന്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല വേറൊരു വലിയ പ്രശ്നം ഉണ്ടായി. അതായത് ഈ UPയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇല്ലേ, അദ്ദേഹത്തെ കാണാൻ പോയപ്പോഴത്തേക്ക് രജനികാന്ത് അദ്ദേഹത്തിന്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിച്ചു. സോ ഇതൊക്കെ വെച്ചിട്ട് ഇല്ല ഞങ്ങൾ അങ്ങനെ അല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇടയ്ക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു പർട്ടിക്കുലർ കാര്യം പറഞ്ഞിട്ട് രജനികാന്തിനെ ശരിക്കും ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എന്റെ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.